കടക്കാവൂർ കീഴാറ്റിങ്ങലിൽ അവയവം കടത്താൻ ശ്രമിച്ച കേസിൽ പരാതിക്കാരിയുടെ നിർണായക വെളിപ്പെടുത്തൽ. സുഹൃത്ത് രതീഷ് സുശീലൻ വിദേശത്ത് തൊഴിൽ വാഗ്ദാനം ചെയ്താണ് അവയവക്കടത്ത് മാഫിയയുടെ അടുക്കൽ യുവതി എത്തിച്ചത്. പക്ഷേ ഒടുവിൽ അവയവദാനം ചെയ്യാനുള്ള രേഖകൾ കിട്ടാതെ വന്നപ്പോൾ ഈ യുവതിയെ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ആര്? നമ്മുടെ ഈ രതീഷ് സുശീലൻ. പേരുകൊള്ളാം, സുശീലൻ. രതീഷിന്റെ അമ്മയ്ക്ക് അവയവക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നായിരുന്നുവെന്നും യുവതി റിപ്പോർട്ടറിനോട് പറഞ്ഞു. അരുൺ സോളമൻ തയ്യാറാക്കിയ റിപ്പോർട്ടൊന്നും കണ്ടു. സംസ്ഥാനത്ത് അവയവക്കടത്ത് സംഘങ്ങൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. അവയവക്കടത്ത് സംഘത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട യുവതിയാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു സംഘത്തിൻ്റെ പെട്ടത്? ശരിക്കും ഏത് വർഷത്താണ്, ഏത് സമയത്താണ് സംഭവിച്ചത്? അതായത് 2023 ഞങ്ങളുടെ വീടുമായിട്ട് എന്നെ ഏറ്റവും അടുപ്പം ഒരു അമ്മ മക്കളെ പോലെ കഴിഞ്ഞവരാണ് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. ജോലി വാഗ്ദാനം ചെയ്തിട്ട് കൊണ്ടുപോയി. അപ്പം ഞാൻ വെച്ചാൽ ഇപ്പോഴത്തെ രീതിയിൽ എനിക്കൊരു ജോലി ആവശ്യമുണ്ടല്ലോ എന്ന് ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് കൂടെ പോകുന്നു. കുഞ്ഞുനാൾ തൊട്ടേ അറിയാമെന്നുള്ളതുകൊണ്ട് അവിടെ ചെന്നപ്പോഴാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് ഹോസ്പിറ്റലിലൊക്കെ എത്തുകയും. അപ്പം ഞാൻ വെച്ചാൽ ഇത്രയും ലോങ് ചെല്ലുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ വൈറസിൻ്റെയൊക്കെ ഇതിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിന് ശേഷമാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് എന്നെ അവിടെ കൊണ്ടുവന്നതെന്ന്. ഈ നിങ്ങളെ കൊണ്ടുപോയത് ആരാണ്? രതീഷ്. കൊച്ചിയിലെ ഈ സ്വകാര്യ ആശുപത്രിയിൽ എത്ര തവണ നിങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പോയി? അവൻ്റെ ഒപ്പം തന്നെ ഒരു 5-6 പ്രാവശ്യം പോയിട്ടുണ്ട്. 4-5 പ്രാവശ്യത്തോളം പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ രതീഷ് ഇങ്ങനെ ഇത്തരത്തിലൊരു അവയവം ദാനം ചെയ്യാൻ, അത് കിഡ്നി ദാനം ചെയ്യാനാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അന്ന് പറഞ്ഞില്ല. അവൻ പോലും പോകുന്ന ഇതിനാണെന്ന് അറിഞ്ഞിട്ടില്ല. കാരണം ഇപ്പം ഈ ഒരു വിഷയം അതിന് ശേഷം അപ്പോഴും ഞാൻ അറിഞ്ഞ സമയത്ത് ഞാൻ അവനെ എതിർത്ത്, എടാ നീ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോഴും അവൻ കൊടുത്തെന്ന് ഇപ്പോഴും ഞാൻ അറിയുന്നില്ല. ഈ ഒരു കേസ് അതിന് ശേഷമാണ് അറിയുന്നത് അവൻ ഇത് വിറ്റ് കാശായിരുന്നു. ഈ വർഷമാണോ ശരിക്കും ഈ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നത്? ഈ വർഷമാണ് പോലീസിൽ കംപ്ലൈൻറ്റ്. കാരണം എനിക്ക് കാരണം ഈ വീട്ടിൽ പോലും കിടക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിന് ശേഷമാണ് ഞാൻ എന്നിട്ടും പേടിച്ചിട്ട് ഈ വിഷയം ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം എന്നെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയത് രീതിയിൽ മാത്രമേ ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്തോളായിരുന്നു. പക്ഷേ അവൻ്റെ അമ്മ വഴിയാണ് ഈ കാര്യം പുറത്തറിഞ്ഞത്. ഈ അമ്മയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഭീഷണി ഉണ്ടായിട്ടുണ്ടോ? അമ്മയുടെ ഭാഗത്തു നിന്ന് അമ്മ ആദ്യം നല്ല സ്നേഹമായിട്ട് ഇടപെട്ട. കാരണം കൂടിപ്പോയാൽ മോന് വേണമെങ്കിൽ കല്യാണം കഴിക്കാമെന്നുള്ള രീതിക്കുള്ള സംസാരവും വീട്ടിൽ വന്ന് ആലോചന നടത്തി. കാരണം ഹസ്ബൻഡ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറൊരാളുടെ ഒപ്പ് വേണ്ട. കാര്യം കാശും കറക്റ്റ് പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ തന്നെ വരും. ആദ്യം സ്നേഹബന്ധമായിരുന്നു, പിന്നീട് ഇപ്പോൾ അമ്മയ്ക്കും മോനും ഒക്കെ വേണ്ടാണ്ടായി. കാരണം ദേഷ്യമായി. ഈ വർഷം എപ്പോഴാണ് ഈ രതീഷിൻ്റെ പേരിൽ ഇപ്പോൾ ഈ കടക്കാവൂർ സ്റ്റേഷനിൽ പരാതി കൊടുത്തത്? ഓഗസ്റ്റ് 15 ആണ് കൊടുക്കുന്നത് പരാതി. അന്ന് പോലീസ് സ്റ്റേഷനിലൊന്നും ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ ഈ അവയവദാനത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല? ഇല്ല, ഞാൻ പേടിച്ചിട്ട് പറഞ്ഞില്ല. കാരണം അത് അങ്ങനെയാണ്, അത് പറയാൻ പറ്റത്തില്ല. ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ എത്തിയത് തന്നെ അതൊരു ഏത് ഘട്ടത്തിലാണ് പോലീസ് ഇത്തരത്തിലൊരു ഈ അവയവ മാഫിയ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? അപ്പോൾ സാറിനോട് ചോദിച്ച് ഇങ്ങനെ രതീഷിൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞ് അതിൽ ഇയാൾക്ക് വല്ല അറിവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്കറിയത്തില്ല. ഇയാൾ പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു അവിടെയും ഞാൻ കള്ളം പറഞ്ഞു, ഞാൻ പോയിട്ടില്ല. കാരണം എന്തെങ്കിലും ഇവരെന്നെ ഉപദ്രവിക്കുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു ഇല്ല, പോയിട്ടില്ല എന്ന് പറഞ്ഞ്. ലാസ്റ്റ് പറഞ്ഞ് ഇനി ഇയാളൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല, രതീഷ് എല്ലാം പറഞ്ഞു. ഏകദേശം 1 വർഷത്തോളമായി ഈ യുവതിയുടെ ഏറ്റവും അടുത്തുള്ള സുഹൃത്താണ് രതീഷ്. 1 വർഷത്തോളമായി ഇവരുടെ ഈ അവയവം കടത്താനായിട്ടുള്ള സ്വകാര്യ ആശുപത്രിയിൽ, കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കടത്താനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. എന്തായാലും യുവതിയുടെ ഈ അതിസാഹസികമായിട്ടുള്ള അവരുടെ ആ ധൈര്യം തന്നെയായിരുന്നു ഈ അവയവ കടത്ത് മാഫിയയിൽ നിന്നും രക്ഷപ്പെടാനായത്. വീഡിയോ ജേർണലിസ്റ്റ് മനുവിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. അരുൺ സോളമൻ ചേരുന്നുണ്ട് തത്സമയം നമുക്കൊപ്പം. അരുൺ സോളമൻ, വളരെ വലിയൊരു റാക്കറ്റാണെന്ന് മനസ്സിലാക്കുന്നു. അതും ബന്ധങ്ങൾ പോലും ഉപയോഗിച്ചുകൊണ്ട് അവയവങ്ങൾ കടത്തുന്നൊരു മാഫിയ കേരളത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ യുവതി നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇപ്പോൾ ഈ രതീഷ് സുശീലൻ്റെ കൂട്ടാളികളെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ അരുൺ? അരുൺ, ഇവിടെ യുവതി പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 1 വർഷമായിട്ട് നീണ്ട മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷമാണ് ഇപ്പോൾ യുവതി കഴിഞ്ഞ ഓഗസ്റ്റ് 15 കടക്കാവൂർ സ്റ്റേഷനിൽ പരാതിയുമായിട്ട് ചെല്ലുന്നത്. ഇവിടെ യുവതി എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. രതീഷ് സുശീലിനെതിരെ ഇത്തരത്തിൽ ഒരു അവയവ കടത്തുമായി ബന്ധപ്പെട്ടൊരു പരാതിയല്ല നൽകിയത്. SC/ST ആക്ട് പ്രകാരം
യുവതിയെ നിരന്തരമായി പീഡിപ്പിച്ചു എന്നുള്ള ഒരു പരാതിയാണ് രതീഷിനെതിരെ യുവതി നൽകിയത്. ഈ പരാതിയിലാണ് കടയ്ക്കാവൂർ സ്റ്റേഷനിൽ ആദ്യമായിട്ട് കഴിഞ്ഞ ഓഗസ്റ്റ് 15 ഒരു പരാതി രജിസ്റ്റർ ചെയ്യുന്നു, FIR ഇട്ട് കേസെടുക്കുന്നു. പക്ഷേ 34 വയസ്സുകാരനായ രതീഷിനെതിരെ തിരച്ചിൽ നടത്തി രതീഷിനെ പിടിക്കുമ്പോഴാണ് ഈ കേസിന് പിന്നാലെ ഇത്തരത്തിലൊരു വലിയൊരു അവയവക്കടത്ത് മാഫിയ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പോലീസിന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. പിന്നാലെ വർക്കല ASP ആയിട്ടുള്ള ദീപക് ധൻഖറിന്റെ നേതൃത്വത്തിൽ 10 അംഗ പോലീസ് അന്വേഷണ സംഘമാണ് ഈ കേസിന് പിന്നാലെ അന്വേഷണവുമായി മുന്നോട്ട് പോയത്. ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇതിന്റെ പിന്നിൽ വലിയൊരു അവയവക്കടത്ത് മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ നിലവിൽ 3 പേരാണ് റിമാൻഡിൽ കഴിയുന്നത്. ഇതിലൊന്ന് രതീഷാണ്. ഇതിന് പുറമെ ഈ അവയവക്കടത്ത് മാഫിയയിലെ കണ്ണികളായിട്ടുള്ള പ്രധാനപ്പെട്ട 2 പേരായിട്ടുള്ള മലപ്പുറം സ്വദേശികൾ, വളാഞ്ചേരിയിലെ നജുബുദ്ദീനും അതുപോലെ തന്നെ കൊട്ടാരം സ്വദേശിയായിട്ടുള്ള ശശി, ഇവർ 2 പേരും ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നുണ്ട്. പക്ഷേ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. കാരണം ഈ റാക്കറ്റിൽ ഉൾപ്പെട്ട 10 പേർ പോലീസിന്റെ ലിസ്റ്റിലുണ്ട്. ഈ ലിസ്റ്റിലുള്ള 10 പേരെയും ഈ യുവതിയെ കാണിച്ചെങ്കിലും ഈ യുവതിക്ക് ഇവരെയൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നീണ്ട 2023 പകുതിയോടുകൂടിയാണ് രതീഷ് ഈ യുവതിയെ സമീപിക്കുന്നത്. യുവതി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, കുഞ്ഞുനാൾ തൊട്ട് തന്നെ ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിഞ്ഞവരാണിവർ. പക്ഷേ ഇത്തരത്തിലൊരു മുതലെടുപ്പ് ഇയാൾ നടത്തുമെന്ന് കരുതിയില്ല. പക്ഷേ ആദ്യഘട്ടത്തിൽ വിദേശത്ത് ജോലി വാഗ്ദാനം നൽകിയാണ് യുവതിയെ എറണാകുളം സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. കോവിഡൊക്കെ കഴിഞ്ഞതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ മെഡിക്കൽ ടെസ്റ്റുകളൊക്കെ ആവശ്യമാണെന്ന് കരുതിയാണ് യുവതി ഈ യുവാവിനൊപ്പം ഹോസ്പിറ്റലിൽ പോയി. പക്ഷേ 1-2 തവണ കഴിഞ്ഞപ്പോഴേക്കും MRI, CT സ്കാൻ അടക്കമുള്ള പരിശോധനകൾ നടത്തി വന്നപ്പോൾ ഈ യുവതി തിരിച്ചറിയുന്നു താനൊരു വലിയൊരു കെണിയിലാണ് പെട്ടിരിക്കുന്നതെന്നുള്ള ഒരു കാര്യം യുവതി തിരിച്ചറിഞ്ഞു. പക്ഷേ എങ്ങനെയാണ് ഇതിൽ നിന്നും തിരിച്ച് കരകയറി പോകുക എന്നുള്ളത് വലിയ ആശങ്കകൾ യുവതിക്കുണ്ടായിരുന്നു. എന്തു തന്നെയായാലും യുവതി കാണിച്ച വലിയൊരു മനോധൈര്യമുണ്ട്. ആ ധൈര്യം തന്നെയായിരുന്നു കഴിഞ്ഞ 1 വർഷമായി നീണ്ട പരിശോധനകൾ നീണ്ടു. ഓരോ ഘട്ടത്തിലും പരിശോധന കഴിഞ്ഞപ്പോൾ MRI കഴിഞ്ഞു, വീണ്ടും അടുത്തൊരു പരിശോധനയ്ക്ക് പോകുമ്പോൾ യുവതി പിന്നെ പല്ലുവേദനയാണ്, തലവേദനയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനം ഈ യുവാവിനോട് കാണിച്ചു. ഇതിലൊക്കെയും നിരന്തരമായ ഭീഷണി നേരിട്ടു. ഇതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഈ ആറ്റിങ്ങൽ സ്വദേശിയായിട്ടുള്ള രതീഷും രതീഷിൻ്റെ അമ്മയും ഈ അവയവക്കടത്ത് മാഫിയയുമായി വ്യക്തമായ പങ്കുണ്ടെന്നും യുവതി പറയുന്നുണ്ട്. രതീഷ് ഓൾറെഡി തന്നെ ഇതിൽ അദ്ദേഹത്തിൻ്റെ വൃക്ക ദാനം ചെയ്തു എന്നുള്ള വിവരം കൂടി പോലീസ് പങ്കുവെക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ രതീഷിൻ്റെ കീഴിൽ 15 പേർ വൃക്ക ദാനം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ഈ പോലീസിൻ്റെ മുന്നിൽ വലിയൊരു പ്രതിസന്ധി തുടരുന്നു. കാരണം നമുക്കറിയാം, കഴിഞ്ഞ മെയ് മാസം ഈ അവയവക്കടത്ത് മാഫിയയുമായി ബന്ധപ്പെട്ട് കൊച്ചി കേന്ദ്രീകരിച്ച് തന്നെ വലിയൊരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുള്ള വിവരം പോലീസിന് ലഭിക്കുകയും എറണാകുളം റൂറൽ SP ആയിരുന്ന വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ 10 അംഗ സംഘം ഇത്തരത്തിലൊരു തിരച്ചിൽ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള സാബിത്ത് നാസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പിടിച്ചിരുന്നു. ഇദ്ദേഹം ഇറാൻ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഹൈദരാബാദ് സ്വദേശിയായിട്ടുള്ള ബെല്ലാംകൊണ്ട രാം പ്രസാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുമായിട്ട് ബന്ധമുണ്ടോ ഈ കേസിനുള്ള അന്വേഷണമൊക്കെ നടന്നു വരികയാണ്. എന്തായാലും കഴിഞ്ഞ 1 വർഷമായി നീണ്ട പരിശോധനകൾ നീണ്ടുപോയി ഒടുവിൽ അവിടുന്ന് യുവതി ഓടി രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിന്നുമാണ് ഇപ്പോൾ പോലീസിന്റെ മുന്നിലെത്തിയത്. പോലീസിൽ നൽകിയ പരാതി എന്ന് പറയുന്നത് ശരിക്കും ഈ രതീഷ് തന്നെ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ആ പരാതിയെ തുടർന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഈ വിവാഹം ചെയ്യാനുള്ള ശ്രമമാണ് ഉണ്ടായത് രതീഷിന്റെ ഭാഗത്തുനിന്ന്, അല്ലേ? അത് അരുൺ, ഈ കാര്യത്തിൽ സ്വാഭാവികമായി ഒരു അവയവദാനം ചെയ്യണമെങ്കിൽ നമുക്ക് സ്വാഭാവികമായി ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ ഒരു സമ്മതപത്രം വേണ്ടിവരും. ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണഗതിയിൽ കൊച്ചിയിൽ 1-2 സ്വകാര്യ ആശുപത്രികൾ ഈ അവയവക്കടത്ത് മാഫിയുമായി ബന്ധമുണ്ടെന്നുള്ള ആരോപണം പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ യുവതി എടുത്തു പറയുന്ന ഒരു കാര്യം, താൻ പോയ സ്വകാര്യ ആശുപത്രിയിൽ ആശുപത്രിക്കാർക്ക് വ്യക്തമായൊരു വിവരം ലഭിച്ചു. യുവതിയുടെ സമ്മതപ്രകാരമല്ല ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. യുവതിയെ വിദേശത്തൊരു ഹോം നേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു വീട്ടുജോലിക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നതെന്നാണ് യുവതി പറഞ്ഞിരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഡോക്ടർ ഈ കാര്യം തിരിച്ചറിയുകയും ഡോക്ടർ തുടർന്ന് നടന്ന പരിശോധനയിൽ യുവതിക്ക് അവയവദാനം ചെയ്യാൻ പറ്റില്ല, കരളിൽ ഒരു അസുഖമുണ്ട്, അതുകൊണ്ട് അവയവദാനം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് യുവതിയെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞയക്കുന്ന ഒരു ഘട്ടമുണ്ടായി. ഈ ഘട്ടത്തിൽ നിന്നാണ് ഈ യുവാവായിട്ട് ഈ കൊണ്ടുപോയ രതീഷ് അടക്കമുള്ള സംഘത്തിലുള്ളവർ ഈ യുവതിയെ ഭീഷണിപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു ഘട്ടമെത്തിയപ്പോൾ ഈ രതീഷ് പറഞ്ഞു, തന്നെ വിവാഹം ചെയ്യാം, ഞാൻ തൻ്റെ ഭർത്താവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഫോർമാലിറ്റിയുടെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ഘട്ടത്തിൽ ഈ രതീഷിൻ്റെ അമ്മയും ഈ യുവതിയെ സമീപിക്കുകയുണ്ടായി, മകൻ വിവാഹം കഴിക്കും, അത്തരത്തിലുള്ള ഒരു വലിയ വാഗ്ദാനമൊക്കെ നൽകിയാണ് യുവതിയെ മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ അവിടെ നിന്നാണ് ഈ യുവതി ഹോസ്പിറ്റലിൽ നിന്നും രക്ഷപ്പെട്ട് തിരികെ ജീവിതത്തിലേക്ക് എത്തിയതായിരുന്നു. ഓക്കെ, അരുൺ സോളമൻ, വളരെ ഗൗരവമേറിയ ഒരു വാർത്തയാണ്. പക്ഷേ എങ്കിലും ലൈറ്റർ നോട്ടിൽ നമ്മൾ അവസാനിപ്പിക്കാൻ പാടില്ല. എങ്കിലും ഒരു കാര്യം പറയട്ടെ, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ സ്വർണം പണയം ചോദിക്കുമായിരുന്നു.
പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, കരളാണ് ചോദിക്കുന്നത് മുറിച്ചെടുത്ത് കൊടുക്കാൻ. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇതിലും അരുൺ സോളമന്റെ വാർത്ത വളരെ ഗൗരവമേറിയ വാർത്തയാണ്. വിവാഹം കഴിക്കാമെന്ന് പോലും വാഗ്ദാനം ചെയ്താണ് അവയവ മാഫിയ ഇപ്പോൾ പിടിമുറുക്കുന്നത് എന്നാണ് ഈ യുവതിയുടെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ. കൊച്ചി കേന്ദ്രീകരിച്ച് 1-2 ആശുപത്രികളിൽ അവയവക്കടത്തുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പൊന്നെ, കരളെ, ചക്കരെ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരും. യഥാർത്ഥത്തിൽ കരളെടുത്തോണ്ട് പോകാൻ വരുന്നവരുണ്ടാവും. സൂക്ഷിക്കണം, അത് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അപ്പം കരളേന്നൊക്കെ വിളിച്ച് കൂടെ കൂടുന്നവരെയൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. അവയവക്കടത്ത് സംഘവുമായിട്ടൊക്കെ ബന്ധമുണ്ടോ എന്നുള്ളത് പറഞ്ഞാൽ എല്ലാവരെയും അങ്ങനെ സംശയിക്കരുത്. പക്ഷേ എങ്കിലും കരുതിയിരിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് അരുൺ സോളമൻ്റെ ഈ വാർത്തയിലുണ്ട്.